ഇവൻ വീട്ടിലോട്ട് വരട്ടെ, ഇവനെ ഞാനിന്ന് ശരിയാക്കും. ഇവന്റെ അച്ഛൻ കഷ്ടം അവിടെ കിടന്ന് പണിയെടുക്കുന്നു. ഇവനാണെങ്കിൽ മൊബൈലും കണ്ടങ്ങ് നടക്കുക, ഒരു ചിന്തയും ഇല്ല വേറെ. എന്തൊരു കഷ്ടമാന്ന് പറ. ഇനി മിക്കവാറും ടീച്ചേഴ്സ് വീട്ടിൽ വിളിപ്പിക്കും. ഞാൻ പോകത്തില്ല. ആ പിള്ളേരെ ഒന്ന് പറയാതിരുന്നാൽ മതിയായിരുന്നു. അല്ലെങ്കിലും എനിക്കൊന്ന് പറയണം, നീ ഇനി സ്കൂളിൽ വരുന്നുണ്ടോയെന്ന് എല്ലാ ദിവസവും ഒന്ന് മെസ്സേജ് അയക്കണേന്ന്. നിന്നെ ഇന്നത്തോടെ നിന്നോടുള്ള വിശ്വാസമെല്ലാം എനിക്ക് പോയടാ. നീ തന്നെ അതുകൊണ്ട് കളഞ്ഞത്. എല്ലാത്തിനും കാരണം നിനക്ക് വാങ്ങിച്ചു തന്ന ആ മൊബൈൽ ഫോണാ. ആ ഫോണിങ് വാങ്ങിച്ചാലേ നിന്റെ എല്ലാ പ്രശ്നങ്ങളും അങ്ങ് തീർന്നോളും. അത് ഞാൻ അച്ഛനോട് പറഞ്ഞു, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം. നീ അതോർത്ത് ഒട്ടും ടെൻഷൻ അടിക്കണ്ട. നീ വീട്ടിലോട്ട് ഇങ്ങോട്ട് വാ, ഞാൻ അവിടെ ചെന്നിട്ട് തരാം. അയ്യോ, എല്ലാം വാങ്ങിച്ചോ? നിങ്ങൾ എൻ്റെ മൊബൈൽ ഫോൺ മാത്രം വാങ്ങിക്കല്, പ്ലീസ് പ്ലീസ് പ്ലീസ്. അത് മാത്രം വാങ്ങിക്കത്തോളൂ മോനെ, കുഴപ്പമില്ല. അയ്യോ, നടക്കു മോൻ. ആ വീടത്തിലെ കുഞ്ഞ്, നീ അങ്ങോട്ട് ഇരുന്നേ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അവിടെ പോയില്ലോടാ. അയ്യോ, നിന്റെ പപ്പായെ ഞാൻ വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ. അയ്യോ, വിളിക്കണ്ട, സോറി, ഇനി ഞാൻ ചെയ്തില്ല. ഞാൻ പറയും എങ്കിൽ ഞാൻ പോയി അങ്ങോട്ട് വിളിച്ചിട്ട് വരട്ടെ. ഹലോ മനുഷ്യ, നിങ്ങളുടെ മോനാണെങ്കിൽ ഇന്ന് വലിയൊരു മഹത്വം ചെയ്തിട്ടുണ്ട്. അതെന്താന്ന് പറയണം. അവൻ എന്ത് മഹത്വമാ ചെയ്തേ? അത് പിന്നെ ഇന്ന് രാവിലെ അവൻ 8:45 ആയപ്പം വരെയും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ കണ്ട് അവനെ വഴക്ക് പറഞ്ഞു. അവൻ്റെ മൊബൈൽ അവൻ കണ്ടോണ്ടിരുന്നു. ഞാൻ വഴക്ക് പറഞ്ഞു, സ്കൂളിൽ പോകുന്ന 9 മണിക്ക് പോകണ്ടേ. പിന്നെ അങ്ങനെ ഞാൻ വഴക്ക് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി കുളിച്ച് വന്ന് സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞ് 9 മണിക്ക് ഇറങ്ങി. പക്ഷേ പോയത് സ്കൂളിലോട്ടല്ല. പിന്നെ എങ്ങോട്ടാ? അത് പറയാം. ബസ് സ്റ്റോപ്പില്ലേ, അവിടെ ചെന്നിരുന്ന് മൊബൈൽ കാണുമായിരുന്നു. അവൻ്റെ മൊബൈൽ അവൻ എടുത്തോണ്ട് പോയി അങ്ങോട്ട്, എന്നിട്ട് അതിരുന്ന് കാണുമായിരുന്നു. പിന്നെ എങ്ങനെയാ നീ അറിഞ്ഞ? നീ അവിടെ ചെന്ന് നോക്കിയോ? അത് നീ എങ്ങനെ അറിഞ്ഞു? അതെ, അവൻ്റെ ക്ലാസ്സിലുള്ള 2 പിള്ളേര്. ആരായിരുന്നു? മറ്റുള്ള പിങ്കിയും പിന്നെ ആരാ മറ്റൊരു പെണ്ണ്, അവളുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ. 2 പേരും കൂടെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവനെ കണ്ടെന്നു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന. ഇന്ന് ക്ലാസ്സിൽ അവൻ ചെന്നില്ലെന്ന് അവര് പറഞ്ഞു. ഓ, അവര് ഒന്ന് പറഞ്ഞ നിന്നോട്? നിങ്ങൾ വന്നിട്ടേ അവന് 2 അടി കൊടുക്കണം കേട്ടോ. 2 എണ്ണം കൊടുക്കണം, ഞാൻ അടങ്ങത്തില്ല. എങ്കിൽ ശരിയടെ, ഞാൻ വീട്ടിലോട്ട് വരുവാ, എന്നിട്ട് തീരുമാനിക്കുക എന്തോ ചെയ്യണോന്ന്. ഓക്കെ, ബൈ. മോനെ, പപ്പ ഇപ്പം വരും. മോനെ ഇപ്പൊ ശരിയായിക്കോളും കേട്ടോ. അവിടെ കിടന്ന് കരഞ്ഞോ, ഒരു കുഴപ്പമില്ല. നീ എന്ത് വൃത്തികെട്ട കാര്യം ഇന്ന് ചെയ്തത്. നിങ്ങൾ വന്നാ? വന്നു. എന്തോ അവിടെ കിടന്ന് കരയുന്നു. ഇന്ന് ഞാൻ അവനെ ശരിയാക്കുന്നുണ്ട്. ഞാൻ അറിയാതെ ചെയ്തതാ, സോറി. ഇങ്ങോട്ട് വാടാ, ഇന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാടാ. നിങ്ങൾ എന്തെങ്കിലും ആയിക്കോ, ഞാൻ പോവാ. ഇനി നീ ഇങ്ങനെ കാണിക്കല്ലേ കേട്ടോ.